എന്താ വില? 27 രൂപ. വേണ്ട, അത്രയും കാശ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് വന്ന് വാങ്ങിച്ചോളാം. ശരി. മരുന്ന് വാങ്ങാൻ കാശ് തികഞ്ഞില്ല. സാരമില്ല, അല്ലെങ്കിൽ തന്നെ മരുന്ന് കഴിച്ചിട്ടെന്ന് പ്രയോജനം. ഇതാ. വേണ്ട, ഞാനിങ്ങനെ മരിച്ചോളാം. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. ജയൻ, നിനക്ക് എന്തു പറ്റി? എന്തു പറ്റി ജയൻ? ഒരു കാർ ആക്സിഡന്റ്. കാലിനാണ് ചതവ് പറ്റിയത്. കുറെ കാലം ആശുപത്രി കിടന്നു. ഇതേവരെ സമ്പാദിച്ച എല്ലാ പണവും ഈ കാലിന് വേണ്ടി ചെലവാക്കി. എല്ലാ സ്പെഷ്യലിസ്റ്റിനെയും കണ്ടു. ഒരു ഫലവും ഉണ്ടായില്ല. ആ ഇടവേളയിൽ പുതിയ ഗായകർ കയറിപ്പറ്റി. അവരാധിപത്യം സ്ഥാപിച്ചു. ഞാൻ ഈ നിലയിലെത്തി. സ്റ്റേജ് പ്രോഗ്രാമിനെങ്കിലും ആരെങ്കിലും വിളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്കും വേണ്ടത് ഗ്ലാമറിൽ ഇന്നത്തെ പ്രതിഭകളെയാണ്. എനിക്ക് ദുഃഖമില്ല. പലരും എനിക്ക് സഹായം വെച്ചുണ്ടാക്കാൻ ശ്രമിച്ചു. ഞാൻ തടഞ്ഞു. ആത്മഹത്യ ചെയ്താൽ പോലും ഞാനതിന് സമ്മതിക്കില്ല. തെരുവിൽ പോയിരുന്നു പാടിയാലും എനിക്ക് 5-6 രൂപ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കും. എന്റെ ശബ്ദവും ഹാർമോണിയം ഉള്ളിടത്തോളം കാലം എനിക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് വരുമോളെ. ചെല്ലുമോളെ. ഇത് നമ്മുടെ MD-യുടെ കാറാണല്ലോ. ഇതെന്തിനാ ഇവിടെ വന്നു? എന്നാ മോളെ വെച്ചോളൂ. വേണ്ട ഗോപിയേട്ട, വേണ്ട. ഗോപിയേട്ട, ഗോപിയേട്ട. അങ്ങനെ ആവില്ല. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവിടെ പോയതായിരിക്കും. മറ്റെന്താവശ്യം? കാലില്ലാത്ത ഒരു പാട്ടുകാരൻ, അയാളുടെ സുന്ദരിയായ ഭാര്യ. വേറെ എന്തിനാ അവിടെ പോണത്? അല്ല, ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. പങ്കംപിള്ള അപവാദമൊന്നും പറഞ്ഞുണ്ടാക്കരുത്. ഇത് നല്ല കഥ. ഇത് അപവാദമാണ്. വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അത്രേ ഉള്ളൂ. ഇതിലിപ്പോ എനിക്ക് വല്ല കാര്യമുണ്ട്? സുധേ, ഇങ്ങ് വരൂ. എന്താണ് സർ? ഇതൊന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് വരൂ. ശരി സാർ. സാറിനെ കാണാൻ രമ എന്നൊരു സ്ത്രീ വന്നിരിക്കുന്നു. വരാൻ പറയൂ. സുധ പോയി ടൈപ്പ് ചെയ്തുകൊണ്ട് വരൂ. യെസ് സർ. ഇതാണ് സാധനം. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്താണിത്? ഇത് തിരിച്ചു വാങ്ങണം. അദ്ദേഹത്തിന് ആരുടെയും സഹായം സ്വീകരിക്കുന്നത്
ഇഷ്ടമല്ല. ഇത് തിരിച്ചു തരാൻ ജയൻ പറഞ്ഞു. പറഞ്ഞു. കൊള്ളാം. തെറ്റിദ്ധരിക്കരുത്. ആവശ്യമുള്ളപ്പോൾ വാങ്ങിക്കൊള്ളാം. ഇപ്പൊ ആവശ്യമില്ലേ? ഇല്ല. May I come in, sir? വരൂ സുധേ. എന്താ പതിവില്ലാത്ത ഫോർമാലിറ്റി? അനുവാദം ചോദിച്ചു വേണോ അകത്ത് വരാൻ? ചിലപ്പോൾ. എന്താ സുധയുടെ മുഖം പാടിയിരിക്കുന്നത്? ഒന്നുമില്ല സർ. ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തു. പറയൂ സുധേ, എന്താ മനസ്സുള്ള തുറന്നു പറയൂ. ഇതുവരെ എന്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമേ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുരുഷന്മാരെല്ലാം ഇങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താ അങ്ങനെ തോന്നാൻ? ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുന്നു. രമയെ പറ്റിയാണോ സൂചന? എങ്കിൽ സുധയ്ക്ക് തെറ്റി. രമ ആരാണെന്നറിയാമോ? അറിയാം. കാലില്ലാത്ത ഒരു പാട്ടുകാരന്റെ ഭാര്യ. മുഴുവനും ഞാൻ തന്നെ പറയണോ? പറയൂ. ഇപ്പോൾ സാറിന്റെ കാമുകി. അല്ല, പിന്നെ അവളാണ് എന്റെ ഭാര്യ. രമ അവളായിരുന്നു എന്റെ ഭാര്യ. പാട്ട് അവളുടെ ജീവനായിരുന്നു. അത് കേട്ടാൽ അവളെല്ലാം മറക്കും. നാദൃതേം ധീം തന്നന്ന ധീം 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 നാദൃതേം ധീം തന്നന്ന ബുതരതാനി തരരധീം ധീരനന ധീം നാദൃതേം ധീം തന്നന്ന ധീം നാദരികിടധീം തൊന്തരികിടധീം തനത്തിരന ഉത്തരതാനി തരരധീം രമേ. അയ്യോ, ഞാൻ പേടിച്ചു പോയി. എന്താ ചേട്ടാ ഇത്? ഞാൻ വന്ന് വിളിച്ചു നീ കേട്ടില്ല? ഈ പാട്ടിൽ ഞാനെല്ലാം മറന്നുപോയി. ഇനി എനിക്ക് കാപ്പി തരാനും മറക്കണ്ട. ഇല്ല, വരൂ ചേട്ടാ. രൂപബോധ വിനുദ വിദിനുദ ആഗിടം തരികിടതക തകനക തകതിനി തരികിടതക തലാങ്കുദഗദോ തലാങ്കുദഗദോ തകദം തരികിടദം തേനാദിർതേം തേം തന്നന്നതീം. എന്തിനാ ചേട്ടാ ഓഫാക്കിയത്? ജയദേവന്റെ പാട്ടാണ്. എന്ത് രസമായിരിക്കുന്നു. ജയദേവന്റെ ഈ വർഷത്തെ ഹിറ്റ് ഗാനങ്ങളാണ്. ഈ കാസറ്റിന് വേണ്ടി ഞാൻ എത്ര ഷോപ്പിൽ കയറി ഇറങ്ങിയെന്നോ. അതൊക്കെ പിന്നെ കേൾക്കാം. ഓൺ അറ്റ് എ ടൈം. ആദ്യം കാപ്പി. ആ ചേട്ടാ, ഒരു കാര്യം മറന്നുപോയി. നാളെ ടൗൺ ഹാളിൽ ജയദേവന്റെ ഗാനമേളയുണ്ട്. നമുക്ക് പോകണം. എന്താ? പിന്നെ ജയദേവൻ ചേട്ടന്റെ പരിചയക്കാരനല്ലേ? നാളെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. അവനിപ്പോ വലിയ ആളാ. ചിലപ്പോ നമ്മളെ മൈൻഡ് ചെയ്തില്ലെന്ന് വരും. അത് വെറുതെ. ചേട്ടനെ കണ്ടാൽ അയാൾ ഓടി വരും. ഓ, എന്നാ ശരി, ഏറ്റു. സമ്മതിച്ചല്ലോ? സമ്മതിച്ചു. ഞാൻ വിചാരിച്ചിരുന്നത് പോലെ തന്നെ ചാപ്പാട് അസലായിട്ടുണ്ട്. ചിക്കൻ കറി ഉഗ്രൻ. അയ്യോ മതി, പ്ലീസ്. ഉഗ്രനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല, എത്ര രുചിയുള്ള ആഹാരമായാലും ശരി, ഞങ്ങൾ പാട്ടുകാരധികം ഭക്ഷണം കഴിച്ചു വയറ് വണ്ണം വെക്കും. അപ്പൊ ശ്വാസം മുട്ടും, പിന്നെ പാടാൻ വയ്യാതെ. എന്നാലും ഇങ്ങ് എടുത്തേക്കാം. അത് വേണ്ട, അവിടെ ഇരുന്നോട്ടെ. വയറ് വണ്ണം വെച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് മുഴുവൻ ഞാൻ കഴിക്കും. എന്തുകൊണ്ടാണെന്നോ, ഈ അടുത്ത കാലത്തെങ്ങും ഇത്ര രുചിയുള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടില്ല. വീട്ടിൽ പയ്യൻ വെക്കുന്ന ചാപ്പാട്. എങ്കിൽ ഒരു വിവാഹം കഴിച്ചുകൂടെ? എന്താണോ ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. വരട്ടെ, ആലോചിക്കാം. ആട്ടെ, നീ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? 10-12 ദിവസം കാണും. ആ ദിവസങ്ങളിൽ നിനക്ക് ഇവിടെ ഒന്നും കഴിച്ചൂടെ? എപ്പോഴും പറ്റിയെന്ന് വരില്ല. 10-12 പടത്തിന്റെ റെക്കോർഡിംഗ് തന്നെയുണ്ട്. പിന്നെ 4-5 ഗാനമേള. അതിനിടയിൽ സൗകര്യം കിട്ടുമ്പോൾ ഞാൻ വരാം. അപ്പൊ ഊണിലെന്ന് പറഞ്ഞു കളരുത് കേട്ടോ. ഈ റെക്കോർഡിംഗ് എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എവിടെ വെച്ചായിരിക്കും റെക്കോർഡിംഗ്? തിരുവനന്തപുരത്ത് ആകെ 2 റെക്കോർഡിംഗ് തിയേറ്ററിലേ ഉള്ളൂ. ചിത്രാഞ്ജലിയും തരങ്ങിണി. അതിലേതെങ്കിലും ഒന്നിൽ വെച്ചായിരിക്കും. സൗകര്യം ഉള്ളപ്പോ പറഞ്ഞാൽ മതി, അപ്പൊ കാണാം. മതിയാക്കിയോ? എന്റെ പ്ലേറ്റ് നോക്കിയേ, ക്ലീൻ ക്ലീൻ.
സത്യം പറയട്ടെ, പണ്ട് കുടുംബത്തിലുണ്ടായിരുന്നൊരു പ്രതീതി, ആകെ ഒരു സന്തോഷം. ബൈ ദ ബൈ, അന്ന് റെക്കോർഡിംഗ് കാണണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ നാളെ തരങ്ങണിൽ റെക്കോർഡിംഗ് ഉണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ ഗോപിയേട്ടനെ കൂട്ടി വരൂ. തീർച്ചയായും വരും. റെക്കോർഡിംഗ് കാണണമെന്നുള്ളത് എന്റെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാണ്. അതിനെന്താ, ആ ആഗ്രഹം